എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കമ്പനി സ്റ്റീരിയോയിൽ യൂട്യൂബ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും കമൻറ്റ് ചെയ്ത് ചോദിച്ചതാണ്, ഈ റണ്ണിങ്ങിൽ ഓഫായി പോവാണ്, റണ്ണിങ്ങിൽ പ്രവർത്തിക്കുന്നില്ല, ഓൺ ആവുന്നില്ല, ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ കിട്ടുന്നില്ല, ആ ആപ്പ് ഓഫായി പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റണ്ണിങ്ങിലും യൂസ് ചെയ്യാൻ പറ്റും, യൂട്യൂബ് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, അത്ര ലെങ്ത് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും കറക്റ്റ് കാണുക, കറക്റ്റ് മനസ്സിലാക്കുക. കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പനി സിസ്റ്റത്തിൽ തന്നെ കമ്പനി സിസ്റ്റം മാറ്റാതെ നമുക്ക് യൂട്യൂബ് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഓട്ടോയിൽ മാത്രമേ ഉള്ളൂ, ഐഫോണിൽ ഇത് പറ്റൂല. ഇതുവരെ അത് ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഐഫോണിൽ കമ്പനി സിസ്റ്റത്തിൽ യൂട്യൂബ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം, നമ്മൾ ഹാൻഡ് ബ്രേക്ക് കണ്ടോ, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടും യൂട്യൂബ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് യൂട്യൂബ് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വണ്ടി റണ്ണിങ്ങിലും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ആൻഡ്രോയിഡ് ഓട്ടോയിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. പിന്നെ നമ്മളെ ഫോണ് പുതിയ മോഡലായിരിക്കണം, ആൻഡ്രോയിഡ് 15ഉം 16ഉം ഉള്ള വേർഷനിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഇട്ടതാണ്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും യൂട്യൂബ് പ്രവർത്തിക്കുന്നതും ഒക്കെ ഇട്ടതാണ്. പക്ഷേ നമുക്ക് റണ്ണിങ്ങിൽ പറ്റുന്നില്ല, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ പറ്റുന്നില്ല, അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പുതിയൊരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുറ്റത്തു നിന്നാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് കുറച്ച് റണ്ണിങ് കൂടുതൽ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് കണ്ടോ, ഹാൻഡ് ബ്രേക്ക് റിലീസ്ഡ് ആണ്. പിന്നെ ആപ്പ് കണ്ടോ, എന്നിട്ട് ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, റണ്ണിങ്ങിലും വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ മുറ്റത്തുനിന്നായത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ ദൂരം ഓടിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതെങ്ങനെയാണ് ആദ്യം മുതലേ ഞാൻ പറഞ്ഞു തരാം, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ. ആദ്യം നമ്മളെ ഫോണിൽ ആൻഡ്രോയിഡ് ഓട്ടോ സെറ്റിങ്സ് എടുക്കുക. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ആൻഡ്രോയിഡ് ഓട്ടോ സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും താഴെയായിട്ട് വേർഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും താഴെയായിട്ട്. അപ്പോൾ അവിടെ ഒരു 5 പ്രാവശ്യം നമുക്ക് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്കവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആവും. അത് ഓൾറെഡി ഓണിലാണ്, ആണോ ഇങ്ങനെ വരും. അവിടെ ഒരു 5 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആവും. പിന്നെ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ഡെവലപ്പർ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഓൺ ആവും. അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ മോഡ് ഡെവലപ്പർ ആക്കുക. ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അൺനോൺ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്ത് വെക്കുക. ബ്ലൂ ടിക്ക് ആയിരിക്കും, ഞാൻ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു, നമ്മുടെ ഫോണിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് ഇല്ല, അപ്പോൾ ഒരു സെക്കൻഡറി ആപ്പാണ്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഡയറക്റ്റ് നമുക്ക് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ വലിയ സെറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല. ഗൂഗിളിൽ പോവുക, ഏഹേ ബ്രൗസർ ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ കണ്ടോ, ബ്രൗസർ വരും. അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട്, പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എൻ്റെ ഫോൺ കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെയായിട്ട് ഈ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ഇരുന്നാൽ കാണാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രൗസർ 2 വരും, പുതിയ വേർഷനാണത്. അപ്പോൾ ആദ്യമൊക്കെ 1 ഒക്കെ വന്നിരുന്നു, അതൊക്കെ വർക്ക് ചെയ്യാണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 പുതിയ വേർഷനാണ്. അപ്പോൾ ഏറ്റവും താഴെ പോയാൽ പുതിയ വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കറക്റ്റ് ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിൽ പല ആൾക്കാരും പിന്നെയും ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റിൽ, എങ്ങനെയാണ് ആവുന്നില്ല, പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ആവുന്നില്ല എന്നൊക്കെ. അതൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഞാനത് കറക്റ്റ് പറയുന്നുണ്ട്, ഏതിലൊക്കെ ആവും ഏതിലൊക്കെ ആവില്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറയുന്നത്. നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളെ ഫോണിൽ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ വർക്ക് ചെയ്യിപ്പിക്കുക. കണ്ടോ, ബ്രൗസർ ആപ്പ് ഉണ്ട്. അപ്പോൾ
അത് ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. അതിപ്പോൾ അതുകൊണ്ടാണ് ഡൗൺലോഡ് എഗെയിൻ വരുന്നത്. അപ്പോൾ ഇതുകൂടെ ഡൗൺലോഡ് ചെയ്താൽ ഈ ഫോണിലുള്ള നമ്മളെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മളത്. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മളെ ഫോണിൽ കണ്ടോ ഈ ആപ്പ് വന്നിട്ടുണ്ട്. ബ്രൗസർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ സിസ്റ്റത്തിലും ഈ ബ്രൗസർ ആപ്പ് നിങ്ങൾ ഒന്നുകൂടെ സിസ്റ്റം ഓഫ് ചെയ്ത് ഓൺ ആക്കിയാൽ ഈ സിസ്റ്റത്തിലും കൂടി ബ്രൗസർ ആപ്പ് കണ്ടോ, ഫസ്റ്റ് കണ്ടോ അത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ആപ്പ് ഓൺ ചെയ്താൽ, ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ തന്നെ ഒരു ഗൂഗിൾ മാതിരിയാണ്. നേരെ ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്താൽ നമുക്ക് യൂട്യൂബ് എടുക്കാൻ പറ്റും. ഡയറക്റ്റ് കണ്ടോ യൂട്യൂബ് ഓൺ ആവും. അപ്പോൾ ഞാനത് വീഡിയോ കൊടുക്കാത്ത കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് കാണിക്കുന്നത്. യൂട്യൂബ് ഓണായി, പക്ഷേ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. അത് പഴയ അങ്ങനെയായിരുന്നു. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ സ്റ്റെപ്പായിട്ട് തന്നെ പറയുന്നത്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. കണ്ടോ, റിലീസ് ചെയ്തപ്പോൾ എന്തായി, യൂട്യൂബ് കട്ടായി. അപ്പോൾ പഴയ വീഡിയോ അങ്ങനെയായിരുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താലോ റണ്ണിങ്ങിലോ യൂട്യൂബ് കിട്ടത്തില്ല. അപ്പോൾ അതിനുള്ള പുതിയൊരു ഓപ്ഷൻ, നാലാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫോണിൽ മാപ്പിൻ്റെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ആപ്പ് ഇൻഫർമേഷൻ വരും. ആപ്പ് ഇൻഫർമേഷൻ വന്നാൽ അതിൽ മാപ്പ് എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്തിട്ട് ഇടുക. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടോ, ഡിസേബിൾ. അപ്പോൾ മാപ്പ് നമ്മൾ ഡിസേബിൾ ചെയ്തു. ഡിസേബിൾ ചെയ്താൽ നമ്മൾ അതിലൊരു പാസ്വേഡ് ഉണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ പാസ്വേഡ് ഇല്ലാത്തവർക്ക് ഓക്കെ, ഇതിൽ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. മാപ്പ് ഡിസേബിൾ ചെയ്താൽ നമുക്ക് റണ്ണിങ്ങിലും എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബ് പ്ലേ ചെയ്യാൻ പറ്റും. യൂട്യൂബ് പ്ലേ ചെയ്യാം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് യൂട്യൂബ് പ്ലേ ചെയ്യാൻ പറ്റും. അത് നമ്മളെ സേഫ്റ്റീൻ്റെ ഭാഗമാണ്, എന്നാലും നമുക്ക് യൂട്യൂബ് പ്ലേ ചെയ്യാൻ പറ്റും. കണ്ടോ, യൂട്യൂബ് ഞാൻ ഓൺ ചെയ്തു. പിന്നെ ഓൺ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഓൺ ചെയ്തു. ഞാൻ വേറെ എക്സ്ട്രാ ഡിവൈസ് ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടോ, ഹാൻഡ് ബ്രേക്ക് ഓണിലാണുള്ളത്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടാണുള്ളത്. ഞാൻ ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കാണിച്ചു തരാം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. നമ്മളെ യൂട്യൂബിനൊരു പ്രശ്നവുമില്ല. അവിടെ ജസ്റ്റ് ഒന്ന് വരും, ഒരു നോട്ട് അവൈലബിൾ വൈൽ ഡ്രൈവിംഗ് എന്ന് മാത്രമേ വരും. പക്ഷേ നമുക്ക് യൂട്യൂബ് പ്രവർത്തിക്കാൻ പറ്റും. യൂട്യൂബ് റൺ ചെയ്യിക്കാം. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ യൂട്യൂബ് കാണാൻ പറ്റും. ഞാൻ പ്രത്യേകം പറയുകയാണ്, വണ്ടി ഓടിക്കുമ്പോൾ ആരും യൂട്യൂബ് കാണരുത്. നമുക്ക് സേഫ്റ്റിക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എന്നാലും ഈ കഴിഞ്ഞ വീഡിയോയിൽ യൂട്യൂബ് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, റണ്ണിങ്ങിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ രണ്ടാമത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. ഒരു 2-3 സെറ്റിങ്സുകൾ ചേഞ്ച് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ ഒരു ഡിവൈസ് ഇല്ലാതെയും നമ്മളെ കമ്പനി സിസ്റ്റത്തിൽ തന്നെ നമുക്ക് യൂട്യൂബ് പ്രവർത്തിക്കാനും പറ്റും. റണ്ണിങ്ങിലും പ്രവർത്തിക്കാം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടും പ്രവർത്തിക്കാം. എല്ലാം പറ്റും. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.